കോഴിക്കോട് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം ഗർഭിണിയായ യുവതി 6 മാസം ഗർഭിണിയായ യുവതി കാറ് കത്തി മരിച്ച സംഭവം ഇത് വായിച്ചപ്പോൾ തന്നെ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള പരാതികളും അഭ്യൂഹങ്ങളുമൊക്കെ പുറത്ത് വരുന്നുമുണ്ട്. സോന എന്ന് പറയുന്ന 6 മാസം ഗർഭിണിയായ യുവതി, അവരുടെ ഭർത്താവ് റിജിൻലാൽ, ഇവർ പ്രണയിച്ച വിവാഹം കഴിച്ചവരാണ്. ഭർത്തൃ വീട്ടുകാർക്ക് സോനയോട് അത്ര വലിയ മമതയോ അടുപ്പമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോനയും ഭർത്താവ് റിജിനും ഹോസ്പിറ്റലിൽ പോയി രാത്രി 9 മണിക്ക് മടങ്ങി വരുന്ന വഴിയിൽ കാറ് തീപിടിച്ച് പൊട്ടിത്തെറിക്കുന്നു. പുറകിലത്തെ സീറ്റിൽ സ്വാഭാവികമായും ഗർഭിണി ആണെങ്കിൽ ഭാര്യ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കേണ്ടത്. ഭർത്താവിൻ്റെ അടുത്ത് തന്നെയാകും ഭാര്യ ഇരിക്കേണ്ടത്, കുറെ കൂടി സുരക്ഷിതത്വവും എല്ലാം ഉള്ളത്. പക്ഷേ ഇവരെ പുറകിലത്തെ സീറ്റ് ബെൽറ്റ് ഇട്ട രീതിയിലാണ് കാണപ്പെടുന്നത്. അതുമാത്രമല്ല, റിജിൻലാൽ ഈ തീ പിടിച്ച ഉടനെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഈ പൊള്ളലുകൾ മാറ്റാൻ അടുത്തുള്ള ഒരു കുളത്തിലേക്ക് എടുത്തു ചാടുന്നു. കുളമോ കനാലോ ആണ്, എടുത്തു ചാടുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇയാൾ ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല? ആദ്യം വന്നത് ഭാര്യയെ ഇയാൾ രക്ഷിക്കാൻ ശ്രമിച്ചു, അപ്പോൾ ഇയാൾക്കും പൊള്ളലേറ്റു എന്നൊക്കെയാണ് ആദ്യം പുറത്തു വന്നത്. പിന്നീട് ദൃക്സാക്ഷികളുടെ വിവരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു രക്ഷാശ്രമം, ഇദ്ദേഹവും നിലവിളിച്ചുകൊണ്ട് ഓടി, തീ ദേഹത്ത് പടർന്നിട്ടുണ്ട്, ഇദ്ദേഹം നിലവിളിച്ചുകൊണ്ട് ഓടി വെള്ളത്തിൽ ചാടി എന്നാണ് പറയുന്നത്. ഈ സോന ഈ കാറിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത ഡോറ് തുറന്ന് പുറത്തു വരാൻ പറ്റാത്ത വിധം അപായത്തിൽപ്പെടുകയും ചെയ്തു. 6 മാസം ഗർഭിണിയാണ് സോന. ഗർഭിണിയായിരുന്ന യുവതി അങ്ങനെ പൊള്ളലേറ്റ് മരിക്കുന്നു. ഈ സോനയുടെ ബന്ധുക്കൾ നൽകുന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ നിരത്തുന്ന ആരോപണങ്ങളിൽ പ്രധാനമായും പറയുന്നത് ഇത് ഒരു ആസൂത്രിത കൊലപാതകമാണ് എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് പ്രത്യേക കാരണങ്ങളും അവർ നിരത്തി. ഇവർ തമ്മിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ തെളിവുകൾ അവരുടെ പക്കലുണ്ട്. രണ്ടാമത്, കാറുകളൊക്കെ സാധാരണ തീ പടരുകയാണെങ്കിൽ മുൻവശത്ത് നിന്നാണ് സാധാരണ തീ പടരുക. ഇത് പുറകിൽ നിന്ന് എങ്ങനെ സ്ഫോടന ശബ്ദത്തോടുകൂടി കാറ് അഗ്നിക്ക് ഇരയായി അല്ലെങ്കിൽ അഗ്നിഗോളമായി മാറി എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഫോറൻസിക് പരിശോധന ഇതിന് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഈ കാറിന് തീ പിടിച്ചത്? എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറ് കൊണ്ടാണ് കാറ് കത്തിയതെങ്കിൽ എന്തുകൊണ്ട് പുറകിൽ നിന്ന് കത്തി? ഫ്രണ്ട് സീറ്റിനും അതുപോലെ തന്നെ ഫ്രണ്ടിലും അത്രയധികം ഡാമേജ് വന്നിട്ടുമില്ല. അത് തന്നെ ഒന്നാമത്തെ സംശയത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. ഇതൊരു ആസൂത്രിത കൊലപാതകമായിരുന്നു. ഈ ഭർത്താവ് പുറകിലേക്ക് എന്തെങ്കിലും സ്ഫോടക വസ്തു കത്തിച്ചിടുകയോ അല്ലെങ്കിൽ തീ പടർത്തുകയോ ചെയ്ത ശേഷം ഇറങ്ങി ഓടിയതാണോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഇത് തെളിയിക്കണമെങ്കിൽ കൃത്യമായ ഫോറൻസിക് പരിശോധന ഈ വാഹനത്തിൽ നടത്തേണ്ടതുണ്ട്. എന്തെങ്കിലും ഇന്ധനം ഒഴിച്ച് പെട്രോളോ മറ്റോ പുറകോട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് തീയിട്ടിട്ട് ഇയാൾ ഓടുമ്പോഴാണെങ്കിലും ഇയാളുടെ ദേഹത്തൊക്കെ തീ പടരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇന്ധനം ഒഴിച്ച് കത്തിച്ചതാണോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് മൂലമാണോ കത്തിയത്? എന്തുകൊണ്ട് ഇയാൾ ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല? അതോ ഇനി ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടാണോ ഇയാൾക്ക് പൊള്ളലേറ്റത്? ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സോനയുടെ മരണം കൊലപാതകമാണോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റൽ ഡെത്താണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് പോലീസിൻ്റെ ഊർജ്ജസ്വലമായ അന്വേഷണം അത്യാവശ്യമാണ്. അത് വന്നാൽ മാത്രമേ ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ പ്രഥമ ദൃഷ്ടിയ സോനയുടെ മരണത്തിൽ അഭ്യൂഹങ്ങളുണ്ട്, ദുരൂഹതകളുണ്ട്. ഒരു കൊലപാതകമാകേണ്ട എല്ലാ സാധ്യതകളും ഇതിനകത്ത് ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ ദൃക്സാക്ഷി വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.